യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മൊത്തം നീ കഴുകണമേ എൻ യേശുവേ. നിന്നോട് ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. സുഭാഷിതം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. Behold, how good and how pleasant it is for brethren to dwell together in unity. 1-ാം സങ്കീർത്തനം മുതൽ തുടർച്ചയായി നാം ചിന്തിച്ചു വരികയാണല്ലോ. ഇന്ന് നാം ചിന്തിക്കേണ്ട 133-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. 3 വാക്യങ്ങളുള്ള ഈ ആരോഹണ സങ്കീർത്തനം എഴുതിയത് ദാവീദാകുന്നു. സഹോദരന്മാർ ഒത്തൊരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് 3 കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ പറയുന്നു. 1, ഐക്യത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ നന്മ. 2, ഐക്യത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ ഉറവിടം. 3, ഐക്യത്തോടെ ജീവിക്കുന്നതിന്റെ അനുഗ്രഹം. സഹോദരന്മാർ എന്ന് പറയുമ്പോൾ ഒരേ ഉദരം പങ്കിട്ടവർ, ഒരു അപ്പന്റെയും അമ്മയുടെയും മക്കൾ. മാനുഷികമായി നോക്കുമ്പോൾ സഹോദരന്മാർ രക്തബന്ധമുള്ളവരാകുന്നു. ഈ മക്കൾ ഐക്യത്തോടും സ്നേഹത്തോടും പരസ്പര വിശ്വാസത്തോടും കൂടെ ഒരു ഭവനത്തിൽ ജീവിക്കുമ്പോൾ എത്ര ശുഭമാണ്, അത് മനോഹരം തന്നെയാകുന്നു. സഹോദരന്മാർ എന്നുള്ള പദം കൊണ്ട് വേദപുസ്തകം വിവക്ഷിക്കുന്നത് രക്തബന്ധത്തിലുള്ള സഹോദരന്മാർ മാത്രമല്ല, യേശുവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട ദൈവമക്കളും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞത്, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്നാണ്. യോഹന്നാൻ അത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. സഹോദരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, പരസ്പരം ആത്മീയ വളർച്ചയ്ക്കും ക്ഷേമത്തിനും പിന്തുണ നൽകാനുള്ള പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ ആത്മീയ സഹോദരങ്ങളുമുണ്ട്. സഹോദരന്മാർ ഐക്യത്തോടെ ഒത്തൊരുമിച്ച് വസിക്കുന്നത് കണ്ടുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ എഴുതിയത്, അതെത്ര ശുഭമാകുന്നു, മനോഹരമാകുന്നു എന്ന്. രൂപകത്തിൽ കൂടെ വിവരിച്ചിരിക്കുകയാണ് 2-3 വാക്യങ്ങളിൽ. അഭിഷേക തൈലം ഒഴിച്ചായിരുന്നു പുരാതന കാലത്ത് രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ അഭിഷേകം ചെയ്തിരുന്നത്. അഹരോനെ അഭിഷേകം ചെയ്തത് ഓർമ്മയിൽ വെച്ചുകൊണ്ടായിരിക്കണം ദാവീദ് ഈ വാക്യം എഴുതിയിരിക്കുന്നത്. എണ്ണ എപ്പോഴും മനുഷ്യന് ഉന്മേഷം പകരുന്നതാകുന്നു. അത് ഒഴുകുന്നത് സമൃദ്ധിയെയും അനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെയും എണ്ണ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ദൈവം തന്റെ ആത്മാവിനെ സഭയുടെ തലയായ യേശു ക്രിസ്തുവിൽ കൂടെ സഹോദരന്മാർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സഹോദരന്മാർ ഐക്യത്തിലും സ്നേഹത്തിലും ഒത്തൊരുമിച്ച് വസിക്കുമ്പോൾ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും അവർക്ക് കൽപ്പിച്ചിരിക്കുന്നു. ഈ അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്കും പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ശുഭവും മനോഹരവുമായിരിക്കിയാൽ ആ ഐക്യത്തിലും സ്നേഹത്തിലും പരിശുദ്ധാത്മാവിന്റെ നിറവിലും ജീവിപ്പാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ശക്തിയാൽ എന്നെ തുതിയണേ യേശുവേ. നിൻ സാന്നിധ്യം എന്നെ നടത്തണേ യേശുവേ. അങ്ങ് ദർശിപ്പാൻ എനിക്കാവണേ യേശുവേ. യേശുവേ